കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. വക്രതുണ്ഡമഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖിലാനപരാധാൻ മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. അച്ഛന് നമസ്കാരം. ആസ്താം താവതിയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമേശയ്യാ ച സാംവത്സരീ ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാ ക്ഷമോ ദാതും നിഷ്കൃതിം ഉന്നതോപി തനയ തസ്യൈ ജനന്യൈ നമഃ. അമ്മയ്ക്ക് നമസ്കാരം. വേദവ്യാസമുനിക്ക് നമസ്കാരം. ശുഖബ്രഹ്മർഷിക്ക് നമസ്കാരം. ശങ്കരാചാര്യ ഗുരുവിന് നമസ്കാരം. രമണചരണ തീർത്ഥസ്വാമികൾക്ക് നമസ്കാരം. എഴുത്തച്ഛന് നമസ്കാരം. നമ്മളെ ഈ ചെയ്യാൻ പോണ ഹരിനാമകീർത്തനം എഴുതിയത് പരമഗുരുവായിട്ടുള്ള എഴുത്തച്ഛനാണ്. ആ എഴുത്തച്ഛനെ നമുക്ക് എത്രയോ അധികം പരിചയമുണ്ട്, എത്രയോ അധികം സ്നേഹമുണ്ട്. വളരെ പ്രിയപ്പെട്ട ഒരാളാണ് എഴുത്തച്ഛൻ. കാരണം നമുക്ക് മലയാളത്തിലത്തെ ഒരു ശരിക്കും രത്നം തന്നെയായിട്ടുള്ള അധ്യാത്മരാമായണം തന്ന ആളാണല്ലോ. AD ഹരിശർമ്മ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, സ്വർണത്തിന് സുഗന്ധം കിട്ടിയ പോലെയായി എന്നാണ്. പിന്നെ എഴുത്തച്ഛൻ രാമായണം, അധ്യാത്മരാമായണം മലയാളത്തിൽ എഴുതിയപ്പോൾ സ്വർണത്തിന് സുഗന്ധം കിട്ടിയ പോലെ അത്ര അതിന് ഒരു ഭംഗിയും പിന്നെ എന്താണ് അതിൻ്റെ ഒരു എന്താ പറയാണ്ട് ഹൃദയസ്പർശിയാവലൊക്കെ അത്ര ഇതാണെന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ അപ്പം നമുക്ക് അത്ര ഒരു പ്രിയപ്പെട്ട എഴുത്തച്ഛൻ തന്നെയാണ് ഈ ഹരിനാമകീർത്തനം എഴുതിയിരുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ആ എഴുത്തച്ഛൻ മേപ്പത്തൂരിൻ്റെയും പൂന്താനത്തിൻ്റെയൊക്കെ സമകാലികനാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ എഴുത്തച്ഛനാണ് പിന്നെ എന്താണ് മേപ്പത്തൂരിനോട് മത്സ്യം തൊട്ട് കൂട്ടാൻ ഉപദേശിച്ചു. അപ്പോഴാണ് മത്സ്യാവതാരം തൊട്ട് നാരായണീയം എഴുതാൻ കാരണം ഉണ്ടായി എന്നൊക്കെ നമ്മൾക്ക് ഐതിഹ്യമുണ്ടല്ലോ. അതൊക്കെ ഓർമ്മിച്ച് നമുക്ക് എഴുത്തച്ഛനെ, നമുക്ക് രാമായണം എന്നുള്ള അതിവിശിഷ്ട ഗ്രന്ഥം അധ്യാത്മരാമായണം തന്ന ആ എഴുത്തച്ഛനെ നമസ്കരിക്കാം ഒന്നും കൂടിയും. എന്നിട്ട് നമുക്ക് ഈ ഹരിനാമകീർത്തനം ചെയ്യാം. എല്ലാവർക്കും ഇത് ഭഗവാന് പിന്നെയും ഭഗവാന്റെ പാദങ്ങളിൽ ഗുരുവായൂരപ്പന് നമസ്കരിക്കണം. ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ ഇത് കേൾക്കുന്ന എല്ലാ ഭക്തന്മാരെയും ഞാൻ ഇതാ വന്ദിക്കുന്നു. എന്നിട്ട് നമുക്ക് ഈശ്വരാനുഗ്രഹത്തോടു കൂടി ഹരിനാമകീർത്തനം ചെയ്യാൻ തുടങ്ങാം. നമസ്കാരം.